വേലിയേറ്റത്തിൽ കൊടുങ്ങല്ലൂരിൽ നൂറുകണക്കിന് ശുദ്ധജല സ്രോതസ്സുകൾ മലിനമായി. കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് കനോലി കനാലിനോട് ചേർന്നുള്ള ഇടങ്ങളിലാണ് പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറി കിണറുകൾ ഉൾപ്പെടെയുള്ള കുടിവെള്ള സ്രോതസ്സുകൾ ഉപയോഗശൂന്യമായത്. പുഴയുമായി ബന്ധപ്പെട്ടുള്ള തോടുകളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ ജനുവരി മാസത്തിൽ താൽക്കാലിക തടയണ കെട്ടാറുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ തടയണയ്ക്ക് മുകളിലൂടെ വെള്ളം കയറിയും മറ്റ് ചിലയിടങ്ങളിൽ തടയണ കെട്ടാൻ വൈകിയതുമൂലവും വേലിയേറ്റം ജനജീവിതത്തെ സാരമായി ബാധിച്ചു. തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിന് കിഴക്ക് വശത്തുള്ള വിജയൻ തോടിനോട് ചേർന്നുള്ള ചേന്നംകുളം തിരുവഞ്ചിക്കുളം തോട്ടിൽ ഇക്കുറി താൽക്കാലിക തടയണ കെട്ടിയിരുന്നില്ല. അതോടെ പ്രദേശത്തെല്ലാം ഉപ്പ് നിറഞ്ഞ അവസ്ഥയായി. ഉപ്പുവെള്ളം കയറിയതോടെ ചിലയിടങ്ങളിൽ വീടുകൾക്ക് കേടുപാട് സംഭവിക്കുകയും കൃഷി നാശമുണ്ടാവുകയും ചെയ്തിരുന്നു. തിരുവഞ്ചിക്കുളം ചേന്നംകുളം തോട്ടിൽ സ്ഥിരം സ്ലൂയിസ് നിർമ്മിക്കാൻ MLA ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിട്ടുണ്ടെന്നും സ്ലൂയിസ് നിർമ്മിക്കുന്നതോടെ വേലിയേറ്റം മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും നഗരസഭാ കൌൺസിലർ വത്സല പറഞ്ഞു. 18, 19, 20 വാർഡിലേക്ക് ഉപ്പുവെള്ളം കയറി ഉള്ള കൃഷിയെല്ലാം നശിക്കുന്ന ഒരു കാഴ്ചയാണ് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടതാണ് ഒരു സ്ലൂയിസ്. കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ട ഒരു തുക MLA അനുവദിക്കുകയും 11 ലക്ഷം നമ്മൾക്കിവിടെ പാസ്സാക്കുകയും ചെയ്ത് പ്രാരംഭ ഘട്ടം എന്ന നിലയ്ക്ക് തുടങ്ങാൻ വേണ്ടി തെങ്ങെടുക്കലും മറക്കലും എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഈ ആഴ്ച തന്നെ പണി തുടങ്ങും എന്നാണ്. സ്ഥിര ബണ്ടെന്നുള്ള ഒരു പ്രവർത്തനം അടുത്ത് തന്നെ തുടങ്ങും എന്നുള്ളതാണ് നമ്മൾക്കറിയാൻ കഴിഞ്ഞത്. വേലിയേറ്റം തടയാനായില്ലെങ്കിൽ കനോലി കനാലിന്റെ പടിഞ്ഞാറൻ പ്രദേശം ഉപ്പുകയറി ഉപയോഗശൂന്യമാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.